കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കരിക്കുത്തിയമ്മ കൊണ്ടുവരും നമ്മുടെ മക്കളെ. പല പരീക്ഷണങ്ങൾ പോലെ ഇതും ഒരു പരീക്ഷണം മാത്രമായിരിക്കും. ഇതെല്ലാം നമ്മൾ തരണം ചെയ്യും. ശ്രീടച്ചൻ കുറച്ചു നേരം ബാക്കി എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഒന്ന് ഉറങ്ങാൻ സാധിക്കുമോ നോക്ക്. ആ ഉറക്കത്തിൽ നിന്ന് ഞാൻ വിളിച്ചുണർത്തുന്നത് ശ്രീടച്ചൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും. ഉറപ്പ്. ജീപ്പ് അപകടത്തിൽപ്പെട്ട രണ്ടുപേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. കൊല്ലം സ്വദേശി പ്രസാദിന്റെയും ഭാര്യ അനിതയുടെയും മൃതദേഹങ്ങളാണ് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ കണ്ടെത്തിയത്. ഇതോടെ മരണസംഖ്യ 4 ആയി. ഡ്രൈവറുടെയും സഹായിയുടെയും മൃതദേഹം നേരത്തെ കിട്ടിയിരുന്നു. ജീപ്പിലെ യാത്രക്കാരനായി ഉണ്ടായിരുന്ന പ്രമുഖ വ്യവസായി രവിചന്ദ്രവർമ്മനെ പരിക്കുകളോടെ കണ്ടെത്തി. നീലഹസ്തി മലയുടെ താഴ്വാരത്തിൽ വെള്ളച്ചാട്ടത്തിനടുത്തു വെച്ചാണ് ബോധരഹിതനായ രീതിയിൽ പരിക്കുകളോടെ രവിചന്ദ്രവർമ്മനെ കണ്ടെത്തിയത്. പരിക്കുകൾ ഗുരുതരമല്ലാത്തതിനാൽ 21-ാം മൈലിലുള്ള ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സയിലാണിപ്പോൾ അദ്ദേഹം. ഭാര്യ ശ്രീലക്ഷ്മിക്കും മരിച്ച പ്രസാദിന്റെ അമ്മയ്ക്കും മോൾക്കുമുള്ള തിരച്ചിലുകൾ നടക്കുന്നുണ്ട്. ധാരാളം വന്യമൃഗങ്ങളും അഗാധ ഗർത്തങ്ങളുമുള്ള ഈ വനപ്രദേശത്തിൽ ഇതിനു മുൻപും അപകടത്തിൽപ്പെട്ട പലരെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരച്ചിൽ ശക്തമാക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഹലോ രഘു സർ. ഹലോ സാന്ദ്ര, ഒരു സന്തോഷ വാർത്തയുണ്ട്. ചേട്ടായിയെ സേഫ് ആയി കിട്ടിയിട്ടുണ്ട്. ആണോ സർ? എന്നിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലാ ചേട്ടായി ഉള്ളത്. ഞാനും രാജാറാം കൂടി ഇപ്പൊ അങ്ങോട്ട് തിരിക്കുക. അവിടെ ചെന്നിട്ട് ചേട്ടായിയെ കണ്ടിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ സർ. രഘു സാറാ വിളിച്ചത്. രവി സാറിന് സേഫ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അവിടെ ഒരു ഹോസ്പിറ്റലാ സാർ ഉള്ളതെന്നും അവിടെ ചെന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞു. ആണോ? അപ്പോ എന്റെ മോള് ചേച്ചി ആന്റി ഇവിടെ ഇരിക്കണ്ടേ? ആന്റി കരയല്ല. ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി. എന്തെല്ലാം പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴാ സന്തോഷമായത്. ബ്രദറിൻലോയ്ക്ക് ആപത്തൊന്നും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ബ്രദറിൻലോ ഒരു പാവം മനുഷ്യനാ അമ്മ.
അമ്മയ്ക്ക് ബ്രദർ ഇൻ ലോയെ ശരിക്കും അറിയാത്തതുകൊണ്ടാ. പക്ഷേ ഇപ്പൊ എന്നെ അലട്ടുന്ന ഭയം മറ്റൊന്നാ. ബ്രദർ ഇൻ ലോ രക്ഷപ്പെട്ടത് സന്തോഷം തന്നെ. അപ്പൊ ഇനി ശ്രീലക്ഷ്മിയും ഇതുപോലെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രവിയെ കിട്ടിയ സ്ഥലത്ത് ശ്രീലക്ഷ്മി ഇല്ലെങ്കിൽ ഇനി അവളെ നോക്കണ്ട. അവള് ജീവനോടെ ഇല്ലെന്നുള്ളത് ഉറപ്പാ. അവളുടെ ശരീരം പോയിട്ട് ഒരു മുടി നാരിഴ പോലും കിട്ടാൻ പോകുന്നില്ല. അത് നമ്മുടെ വിശ്വാസം മാത്രമല്ലേ? രഘുവിനോടൊപ്പം അങ്ങോട്ട് കൂടെ പോയിരിക്കുന്നതേ രാജാറാമ. പോലീസും ഫോറസ്റ്റുകാരും എയർഫോഴ്സും ഫയർഫോഴ്സും തിരഞ്ഞിട്ട് കിട്ടാത്ത ശ്രീലക്ഷ്മിയെ ചിലപ്പോ രാജാറാം കണ്ടെത്തിയെന്ന് വരും. നീ ആ സ്ഥലത്തെക്കുറിച്ച് എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നത്? അങ്ങോട്ട് പോയവരിൽ ജീവനോട് തിരിച്ചു കിട്ടിയിരിക്കുന്നത് വെറും 2 പേരെ മാത്രം. ബാക്കി ശ്രീലക്ഷ്മി ഒഴികെയുള്ളവരുടെ വികൃതമായ മൃതദേഹങ്ങൾ മാത്രമാ കിട്ടിയിട്ടുള്ളത്. ഇനി അവിടെ തിരയാൻ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. വാർത്തയിൽ നിന്ന് മനസ്സിലാക്കിയ ബാക്കി കാര്യം വെച്ച് നോക്കുമ്പോ ഒരു ഫോഴ്സും അങ്ങോട്ട് പോകില്ല. കാരണം അവിടെ പോയവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആമസോൺ കാടുകളിലെ ചില ദ്വീപുകൾ പോലെ. അതുകൊണ്ട് ശ്രീലക്ഷ്മി എന്ന ചാപ്റ്റർ ഇവിടം കൊണ്ട് അവസാനിച്ചു. പക്ഷേ എനിക്കിപ്പോഴും ആശങ്കയുള്ളത് രവിയുടെ കാര്യത്തിലാ. ഇനിയും അവന്റെ കാൽച്ചുവട്ടിൽ തന്നെയായിരിക്കും നിങ്ങളുടെയൊക്കെ ജീവിതം. അതോർത്ത് എനിക്കിനി ഒരു പേടിയുമില്ല, ആശങ്കയുമില്ല. കാരണം എനിക്ക് ഊഹിക്കാൻ പറ്റും ഇനി അങ്ങോട്ട് ബ്രദർ ഇൻ ലോയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം കുറെ നാള് ബ്രദർ ഇൻ ലോ അവിടുത്തെ ഒരു റൂമിൽ ഒറ്റയ്ക്കിരിക്കായിരുന്നു എന്നാ കേട്ടിട്ടുള്ളത്. ഞാൻ ഇവിടേക്ക് വരുമ്പോഴും വലിയ സന്തോഷത്തിലൊന്നും കണ്ടിട്ടുമില്ല. പക്ഷേ ശ്രീലക്ഷ്മിയെ കണ്ട നാൾ മുതൽ ബ്രദർ ഇൻ ലോ വല്ലാതെ മാറിയെന്നതാണ് വാസ്തവം. ഇപ്പൊ ഈ കാണുന്ന ബ്രദർ ഇൻ ലോയെ വീണ്ടും സൃഷ്ടിച്ചത് ശ്രീലക്ഷ്മിയാണ് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് ഇനി ഒരു മടങ്ങി വരവില്ലെങ്കിൽ പിന്നെ നമ്മൾ സേഫാ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് രാജനന്ദിനിയെ നഷ്ടപ്പെട്ട് ആ ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന രവിയുടെ ജീവിതത്തിലേക്ക് ശ്രീലക്ഷ്മി വന്നതോടെ രവിയുടെ ജീവിതം മാറി മറിഞ്ഞു എന്നല്ലേ? അതെ. എന്താ അമ്മ? അപ്പൊ കുറെ നാളത്തേക്ക് നമ്മൾ അധികമായി പണിയെടുക്കേണ്ടി വരും തന്ത്രപരമായി. മറ്റൊരു ശ്രീലക്ഷ്മി ഇനി രവിയുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. അമ്മ എന്തൊക്കെയായി പറയുന്നത്? 2 ഭാര്യമാര് നഷ്ടമായ സ്ഥിതിക്ക് ബ്രദർ ഇൻ ലോ ഇനി അതിന് മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു 3ാം കെട്ടുകാരനെ ഏത് പെണ്ണ് സ്വീകരിക്കാനാ? ഒരാളും ഉണ്ടാവില്ല. ഉണ്ടാവും, ഒരാളുണ്ടാവും. സാക്ഷാൽ സാന്ദ്ര തന്നെ. ഇപ്പോഴവൾ പത്തി താഴ്ത്തി നിൽക്കുന്നത് കണ്ട് അവളെ എഴുതി തള്ളാനാവില്ല. എന്റെ ഒരു അറിവ് വെച്ച് കാര്യസാധ്യത്തിന് ഏതു വശീകരണ തന്ത്രവും പയറ്റുന്നവളാണവൾ. അന്നിവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ ഞാൻ കണ്ടു ഇപ്പോഴും അണയാത്ത ഒരു പക അവളുടെ കണ്ണിൽ എരിയുന്നത്. അതവൾ ആളിക്കത്തിച്ചാൽ അതിൽ ചിലപ്പോൾ എരിഞ്ഞടങ്ങുന്നത് ഞാനും നീയുമായിരിക്കും. സാന്ദ്രയ്ക്കും രവിവർമ്മനും ഇടയിലുണ്ടായിരുന്ന തടസ്സം ശ്രീലക്ഷ്മിയായിരുന്നു. ഇപ്പൊ ആ തടസ്സം മാറി. രവിയുടെ മനസ്സിലേക്ക് സാന്ദ്രയ്ക്ക് കയറാനുള്ള വാതിൽ നമ്മളായിട്ട് അടച്ചു പൂട്ടണം. അതിനുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കണം. അതിനുള്ള വഴി ഇനി നമ്മൾ ആലോചിക്കണം.
ചേട്ടായി ചേട്ടായി എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആരാ? ഇത് ഇദ്ദേഹത്തിന്റെ അനിയനാ, രഘുചന്ദ്രവർമ്മൻ. ഓ, നിങ്ങളിപ്പോ വിളിച്ചുണർത്തണ്ട, സെഡേഷനാണ്, തനിയുണർന്നോളൂ. എന്റെ ചേട്ടായിക്ക് വാട്ട് ഈസ് ഹിസ് പൊസിഷൻ നൗ? ഭയപ്പെടാനൊന്നുമില്ല, ചെറിയ ചെറിയ ഫ്രാക്ചറുകൾ. രവി, 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 കുഴപ്പമൊന്നുമില്ലല്ലോ. ശ്രീലക്ഷ്മിയോട് ശ്രീലക്ഷ്മിയോട് എവിടെ എന്റെ ശ്രീലക്ഷ്മി? സാർ 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 സമാധാനമായി കിടക്ക്. മാഡത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ്. നമ്മൾ കണ്ടെത്തും. നിങ്ങളാരാ? ഞാൻ ഈ നാട്ടുകാരനാണ്. രവി സാറിനെ എനിക്കറിയാം. രവി, ശ്രീലക്ഷ്മി ഉടനെ നമുക്ക് കണ്ടെത്താം. നീ ടെൻഷൻ ആവണ്ട. സാർ, ഒരു മിനിറ്റ്. പോയ 8 പേരിൽ 6 പേരെ കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ അതിൽ ജീവനോടെ കിട്ടിയത് സാറിനെയും ആ കുഞ്ഞിനെയും മാത്രമാണ്. ബാക്കിയുള്ള 2 പേരിൽ ഒരാളാണ് ശ്രീലക്ഷ്മി മാഡം. ഇന്ന് വൈകുന്നേരത്തിനകത്ത് ശ്രീലക്ഷ്മി മാഡത്തെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സാർ, ഒരു മിനിറ്റ്. സാർ, എനിക്കെന്റെ ശ്രീലക്ഷ്മി ജീവനോടെ വേണം. ശ്രീലക്ഷ്മി, നിന്നെയും ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതുപോലെ തന്നെ ഈശ്വരൻ ശ്രീലക്ഷ്മി നമുക്ക് തരും. അതിനുവേണ്ടി എല്ലാവരുടെ സഹായവും പ്രാർത്ഥനയും നമുക്കൊപ്പം ഉണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഹലോ, ഹോസ്പിറ്റലെത്തി. അതെ, രവി കണ്ടു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാനേ അങ്ങോട്ട് വിളിക്കാം. രവി, ഒരു പ്രധാന കാര്യം. ഈ സംഭവം അറിഞ്ഞ ഉടൻ സുദർശൻ ചേട്ടന് വീണ്ടും അറ്റാക്ക് വന്നു. നിന്റെ ഒരു പ്രസൻസ് ഉണ്ടായാൽ തൽക്കാലത്തേക്കെങ്കിലും അദ്ദേഹത്തിനൊരു ആശ്വാസമാവും. ഞാൻ ഡോക്ടറോട് സംസാരിക്കാം. സാർ, ഒരു മിനിറ്റ്. ഇനി ഞാനൊരു സത്യം പറയാം. ശ്രീലക്ഷ്മി മാഡത്തിന്റെ ബോഡി ജീവനോടെയോ അല്ലാതെയോ കിട്ടേണ്ട സമയം കഴിഞ്ഞു സാറേ. ഇതിനു മുമ്പ് ഇവിടെ നടന്ന പല അപകടങ്ങളിലും പലരെയും തിരിച്ചു കിട്ടാനുണ്ട്.
പക്ഷേ പുണ്യപീഠം സന്ദർശിച്ചവർക്ക് അതിൻ്റെ പുണ്യവും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, രവി സാറിനെ കിട്ടിയ സ്ഥലത്തു നിന്ന് ശ്രീലക്ഷ്മി മാഡത്തെ കിട്ടാത്ത സ്ഥിതിക്ക് ഇനി വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. ആ അധ്യായം അവസാനിച്ചു എന്ന് കരുതുന്നതാവും ശരി. ഇനി തിരയാനുള്ള 2 സ്ഥലങ്ങൾ. ഒന്ന് കല്ലൂപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ, മറ്റൊന്ന് തമിഴ്നാട് അതിർത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തേനിപ്പാറ എന്ന സ്ഥലവും. 2ഇടത്തും വന്യമൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ ബോഡിയായിട്ടാണ് കിട്ടുന്നതെങ്കിൽ പോലും ഇതിനോടകം കടുവയോ ചെന്നായോ അതുകൊണ്ട് സമയം പോലെ സാറ് തന്നെ രവി സാറിനെ ആ ഒരു യാഥാർത്ഥ്യം ബോധ്യമാക്കി കൊടുക്കണം. എല്ലാം വിധിയാണ്. സർവം ശിവം, ശിവമയം. സർവശക്തനെ പ്രാർത്ഥിക്കുക. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം, ഞാൻ എത്തിക്കോളാം. ആ അധ്യായം അവസാനിച്ചു എന്ന് കരുതുന്നതാവും ശരി. ശ്രീലക്ഷ്മി! ചേട്ടായി, ചേട്ടായി റിലാക്സ്, റിലാക്സ് ചേട്ടായി. ചേട്ടായി ഇറങ്ങിയേട്ടായി. സർ, എങ്ങനെയുണ്ട് സാർ ഇപ്പോ? ഹൗ ഡു യു ഫീൽ നൗ?